SSLC IT എക്സാം 2021 തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സഹായകമാവുന്ന SSLC എക്സാം ഹെൽപ്പ് വീഡിയോസ് 2021 സ്വാഗതം. കോവിഡ് മഹാമാരിയുടെ പ്രത്യേക സാഹചര്യത്തിൽ SSLC IT എക്സാമിനുള്ള ഫോക്കസ് ഏരിയ അഥവാ പൊതുപരീക്ഷയ്ക്കായി കൂടുതൽ ശ്രദ്ധ നൽകി പഠിക്കേണ്ട പാഠഭാഗങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തിറങ്ങി. ഇപ്രാവശ്യം സാധാരണ പരീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പ്രാക്ടിക്കൽ പരീക്ഷ മാത്രമേ നടത്തുന്നുള്ളൂ. തിയറി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. ഇതിൻ്റെ വിശദാംശങ്ങൾ വീഡിയോയിൽ തുടർന്ന് പ്രതിപാദിക്കുന്നു. ഈ വർഷത്തെ SSLC IT എക്സാം 2021 ഫോക്കസ് ഏരിയയും ഫോക്കസ് ക്വസ്റ്റ്യൻസും വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചു. അതായത് SSLC IT പ്രാക്ടിക്കൽ എക്സാം പൊതുപരീക്ഷയ്ക്ക് വരുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ തന്നെയായിരിക്കും മിക്കവാറും പൊതുപരീക്ഷയ്ക്ക് വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന IT പ്രാക്ടിക്കൽ പരീക്ഷാ സോഫ്റ്റ്വെയറിൽ ലഭ്യമാകുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഫോക്കസ് ഏരിയകൾ ഏതാണെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം ഫോക്കസ് ഏരിയകളിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്ത് പരിചയപ്പെടുന്നത് A+ ലഭിക്കുന്നതിന് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള വീഡിയോകളിൽ ഈ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾ എപ്രകാരം ചെയ്യുന്നു എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം നമുക്ക് ഫോക്കസ് ഏരിയകൾ ഏതാണെന്ന് നോക്കാം. അതായത് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതെല്ലാം അധ്യായങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. മാത്രമല്ല തുടർ വീഡിയോകളിൽ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള പ്രാക്ടിക്കൽ ചോദ്യവും അവ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണവും നൽകുന്നു. SSLC IT എക്സാം 2021 ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അഥവാ ICTയുടെ ഫോക്കസ് ഏരിയ പൊതുപരീക്ഷയ്ക്കായി കൂടുതൽ ശ്രദ്ധ നൽകേണ്ട പാഠഭാഗങ്ങൾ താഴെ നൽകുന്നു. ചാപ്റ്റർ 1 ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക് അഥവാ ദ വേൾഡ് ഓഫ് ഡിസൈനിങ്. ചാപ്റ്റർ 2 പ്രസിദ്ധീകരണത്തിലേക്ക് അഥവാ പബ്ലിഷിംഗ്. ചാപ്റ്റർ 4 പൈത്തൺ ഗ്രാഫിക്സ്. ചാപ്റ്റർ 9 ചലിക്കും ചിത്രങ്ങൾ അഥവാ മൂവിംഗ് ഇമേജസ്. ഇങ്ങനെ ആകെയുള്ള 10 അധ്യായങ്ങളിൽ 4 അധ്യായങ്ങൾ മാത്രമാണ് ഈ പ്രാവശ്യത്തെ SSLC IT എക്സാമിന് ഉണ്ടായിരിക്കുന്നത്. ഇവയാണ് ഫോക്കസ് ഏരിയയിൽ നൽകിയിരിക്കുന്ന പാഠഭാഗങ്ങൾ. ചാപ്റ്റർ 1, 2, 4, 9 ഈ അധ്യായങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും പ്രധാനമായും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. SSLC IT എക്സാം 2021 പൊതുപരീക്ഷയ്ക്ക് താഴെ പറയുന്ന രീതിയിൽ ചോദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക്, പ്രസിദ്ധീകരണത്തിലേക്ക്, പൈത്തൺ ഗ്രാഫിക്സ്, ചലിക്കും ചിത്രങ്ങൾ എന്നീ അധ്യായങ്ങളിൽ നിന്നായി 3 ചോദ്യങ്ങൾ വീതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 അധ്യായങ്ങളിൽ നിന്നുള്ള 12 ചോദ്യങ്ങളാണ് പ്രസിദ്ധപ്പെടുത്തുന്നത്. ഇവ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും കൈറ്റ് സൈറ്റിൽ ഉടനെ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. കൂടാതെ പതിവിന് വിപരീതമായി കുട്ടികൾക്ക് പരിശീലിക്കുന്നതിനായി ഡെമോ സോഫ്റ്റ്വെയർ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. ഈ ഡെമോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് 12 ക്വസ്റ്റ്യനും നല്ലപോലെ ചെയ്ത് പഠിച്ചതിന് ശേഷം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പരീക്ഷ എഴുതാവുന്നതാണ്, പരീക്ഷ എഴുതി പരിശീലിക്കാവുന്നതാണ്. പ്രസിദ്ധപ്പെടുത്തുന്ന ചോദ്യങ്ങൾ 4 ഗ്രൂപ്പുകളിലായി സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിക്കും. ഈ 4 ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും 2 ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഓരോ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം എഴുതിയാൽ മതി. ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കണം. പ്രസിദ്ധപ്പെടുത്തുന്ന ചോദ്യങ്ങൾ 4 ഗ്രൂപ്പുകളായി സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിക്കും.
പ്രദർശിപ്പിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഓരോ ചോദ്യങ്ങൾ കുട്ടികൾ ചെയ്യേണ്ടതാണ്. പ്രദർശിപ്പിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഓരോ ചോദ്യങ്ങൾക്ക് കുട്ടി ഉത്തരം എഴുതിയാൽ മതി. അതായത് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഒരു ചോദ്യത്തിന് 20 മാർക്ക്. അപ്പോൾ 2 ചോദ്യം കുട്ടി എഴുതിയാൽ കുട്ടിക്ക് മുഴുവൻ ശരിയാണെങ്കിൽ 40 മാർക്ക് ലഭിക്കുന്നതാണ്. മുൻ വർഷത്തെ പോലെ തന്നെ 40 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടായിരിക്കും. എക്സാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള പ്രാക്ടിക്കൽ പരീക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എക്സാം സോഫ്റ്റ്വെയറിൽ മുൻ വർഷങ്ങളിൽ പ്രാക്ടിക്കലും തിയറിയും ഉണ്ടായിരുന്നെങ്കിലും ഇപ്രാവശ്യം പ്രാക്ടിക്കൽ പരീക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിയറി പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണ പോലെ IT എക്സാമിന് 50 മാർക്ക് തന്നെയായിരിക്കും. 40 മാർക്കിൻ്റെ പ്രാക്ടിക്കലും 10 മാർക്കിൻ്റെ CEയും. അതായത് തൊട്ടുമ്പോൾ പറഞ്ഞ പോലെ 2 ചോദ്യം എഴുതുന്നു. ഒരു ചോദ്യത്തിന് 20 മാർക്ക്, 2 ചോദ്യത്തിന് 40 മാർക്ക് പ്ലസ് 10 CE. പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ പരിശീലിക്കുന്ന വേളയിൽ തന്നെ നിരന്തരം മൂല്യനിർണ്ണയം നടത്തി മാർക്ക് നൽകേണ്ടതാണ്. സാധാരണഗതിയിൽ ഒരു കൊല്ലം മുഴുവനായി നടത്തുന്ന CE പ്രവർത്തനം ഇപ്രാവശ്യം പ്രാക്ടിക്കൽ ചെയ്തു പരിശീലിക്കുന്ന വേളയിൽ നിരന്തര മൂല്യനിർണ്ണയം നടത്തി മാർക്ക് നൽകേണ്ടതാണ്. അങ്ങനെ 40 പ്ലസ് 10 50 മാർക്കിന് തന്നെയായിരിക്കും IT എക്സാം ഉണ്ടായിരിക്കുക. പരിശീലനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ താഴെ നൽകുന്നു. ഒന്നാമതായി ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക്. ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക് എന്ന അധ്യായത്തിൽ നിന്ന് 3 പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യേണ്ടതാണ്. പ്രവർത്തനം 1, മുകളിൽ കാണുന്ന മാതൃകയേതുപോലെ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിലേക്ക് ആവശ്യമായ മാസ്കിൻ്റെ ചിത്രം ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിൽ mask.png എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _സ്റ്റിക്കർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യുക. ഈ ചോദ്യങ്ങളുടെ എല്ലാം തന്നെ ഉത്തരം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. മാത്രമല്ല പരീക്ഷയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കൂടുതൽ വ്യക്തമായ വിവരങ്ങളും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇപ്പോൾ ചോദ്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ചോദ്യം, മുകളിൽ കാണുന്ന മാതൃകയേതുപോലെ ഒരു ഗ്ലോബിന്റെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. സൂചന: ഒരു വൃത്തം വരച്ച് റേഡിയൽ ഗ്രേഡിയൻ്റായി നിറം നൽകുക. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിൽ land.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _globe എന്ന പേരിൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യുക. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നേരത്തെ പറഞ്ഞ പോലെ കൈറ്റ് സൈറ്റിൽ നിന്നും ലഭ്യമാവും. അതുപയോഗിച്ച് വേണം ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്. അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം, ഒരു പൂച്ചെടിയുടെ ചിത്രം ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിൽ flowers.svg എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. flowers.svg എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഇത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു ചെടിച്ചട്ടി വരച്ച് ചേർക്കുക. ഇതുപോലുള്ള ചിത്രം നിർമ്മിക്കണം. തയ്യാറാക്കിയ ചിത്രം PNG ഫോർമാറ്റിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _flowers എന്ന പേരിൽ എക്സ്പോർട്ട് ചെയ്യുക. 2ാമത്തെ അധ്യായത്തിലെ പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന അധ്യായത്തിൽ നിന്നും 3 ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നു. പ്രവർത്തനം 1, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം _ഡോക്യുമെന്റ്സിൽ freedom_struggle.ott എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്റിൽ തുറന്ന് 2ാമത്തെ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. ലിബർ ഓഫീസിലെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ചാണ് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കേണ്ടത്. സൂചന: ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുക. മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _India എന്ന ഫയൽ നാമം നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. പ്രവർത്തനം 2, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങൾ വിശദീകരിക്കുന്ന ഒരു ലേഖനം ഹോമിലെ എക്സാം _ഡോക്യുമെന്റ്സിൽ climate_change.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന്
ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി സ്റ്റൈൽ 21 എന്ന പേരിൽ ഒരു പുതിയ ഹെഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുക. ഫോണ്ട് ഫാമിലി, ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ, ഷേഡോ ഇത്രയും നൽകിയതിനു ശേഷം ഒരു ഹെഡിംഗ് 2 തയ്യാറാക്കുക. എന്നിവ നൽകിയതിനു ശേഷം സ്റ്റൈൽ 21 തയ്യാറാക്കുക. ലേഖനത്തിലുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും സ്റ്റൈൽ 21 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ തിരിച്ചറിയുന്നതിനായി അവ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _time@ എന്ന ഫയൽ നാമം നൽകി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇവിടുത്തെ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കേരളത്തിലെ ജില്ലകളെ സംബന്ധിച്ചൊരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ kerala_district.ott എന്ന ഫയൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾ ആകർഷകമാക്കുകയും ഒരു ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുകയും ചെയ്യുക. 8 പേജുകളുള്ള ഈ ലേഖനത്തിലെ 3 മുതൽ 8 വരെയുള്ള പേജുകളിലെ ജില്ലകളുടെ പേരുകളാണ് ഉപശീർഷകങ്ങളായി നൽകിയിരിക്കുന്നത്. ഉപശീർഷകങ്ങളുടെ നിലവിലുള്ള സ്റ്റൈലിൽ ഹെഡിംഗ് 1 ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുക. ഫോണ്ട് ഫാമിലി, ഫോണ്ട് കളർ, അണ്ടർലൈൻ തുടങ്ങിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കണം. ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് രണ്ടാമത്തെ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _Kerala എന്ന ഫയൽ നാമം നൽകി ഹോമിലെ exam10 ഫോൾഡറിൽ സേവ് ചെയ്യുക. പൈത്തൺ ഗ്രാഫിക്സ് അതിൽ 3 പ്രവർത്തനങ്ങൾ തന്നിരിക്കുന്നു. പ്രവർത്തനം 1 പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാം എൻ്റർ ചെയ്ത് റൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടുകൾ നൽകിയിട്ടുണ്ട്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _pattern1 ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. പ്രവർത്തനം 2 ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോഴുള്ള ഔട്ട്പുട്ടാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുക. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _pattern2 ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. പ്രവർത്തനം 3 ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രോഗ്രാം ഇതായിരിക്കും, ഔട്ട്പുട്ട് ഇതായിരിക്കും. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _pattern3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. ചലിക്കും ചിത്രങ്ങൾ എന്ന ഭാഗത്തുള്ള 3 പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് നൽകിയിട്ടുള്ള moon_designs.sifz എന്ന ഫയൽ ഹോമിലെ പ്രവർത്തനം 1 ഹോമിലെ എക്സാം ഡോക്യുമെന്റ് നൽകിയിട്ടുള്ള moon_designs എന്ന ഫയൽ ഉപയോഗിച്ച് ചന്ദ്രന്റെ ചലനം എന്ന ആനിമേഷൻ തയ്യാറാക്കുക. ഇതിനായി ചുവടെ നൽകിയ സൂചനകൾ പ്രയോജനപ്പെടുത്താം. ചുവടെ നൽകിയ ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രന്റെ ചലനം എന്ന ആനിമേഷൻ തയ്യാറാക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. moon_designs എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോയിൽ തുറക്കുക. ഈ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _moon എന്ന പേര് നൽകി സേവ് ചെയ്യുക. ക്യാൻവാസിൽ ചന്ദ്രന്റെ ചിത്രം വരച്ചു ചേർക്കുക. ചന്ദ്രന്റെ ചിത്രത്തിന് മുകളിൽ നിന്നും താഴോട്ട് ചലിക്കുന്ന ആനിമേഷൻ നൽകുക. ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. പൂർത്തിയായ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _moon എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. അടുത്ത ചോദ്യം. ഒരു അക്വേറിയത്തിൽ മത്സ്യം സഞ്ചരിക്കുന്നതിന്റെ ആനിമേഷൻ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിനായി ചുവടെ നൽകിയ സൂചനകൾ പ്രയോജനപ്പെടുത്താം. സോഫ്റ്റ്വെയർ തുറന്ന് ഹോമിലെ ഇമേജ് 10 നൽകിയിട്ടുള്ള aquarium.png എന്ന ചിത്രം പശ്ചാത്തലമായി ഉൾപ്പെടുത്തുക. ഹോമിലെ ഇമേജസ് 10 നൽകിയിട്ടുള്ള fish.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഈ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _fish എന്ന പേര് നൽകി സേവ് ചെയ്യുക. മത്സ്യം ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് സഞ്ചരിക്കുന്നതിന്റെ ആനിമേഷൻ തയ്യാറാക്കി പ്രവർത്തിപ്പിക്കുക. പൂർത്തിയാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _fish എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. മൂന്നാമത്തെ പ്രവർത്തനം. ഹോമിലെ exam_documents നൽകിയിട്ടുള്ള sun_rises.zip എന്ന ഫയൽ ഉപയോഗിച്ച് സൂര്യോദയത്തിന്റെ ആനിമേഷൻ തയ്യാറാക്കുക. ഇതിനായി ചുവടെ നൽകിയ സൂചനകൾ പ്രയോജനപ്പെടുത്തുക. sun_rise.zip എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോയിൽ തുറക്കുക. ഈ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _sun എന്ന പേര് നൽകി സേവ് ചെയ്യുക.
ക്യാൻവാസിൽ സൂര്യൻ്റെ ചിത്രം അനുയോജ്യമായ സ്ഥാനത്ത് വരച്ചു ചേർത്ത് നിറം നൽകുക. സൂര്യൻ്റെ ചിത്രത്തിന് ചലനം നൽകി സൂര്യോദയത്തിൻ്റെ ആനിമേഷൻ തയ്യാറാക്കുക. ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. പൂർത്തിയാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _sun എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് പ്രായോഗിക പരിശീലനങ്ങൾക്ക് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ. നമുക്ക് വേണ്ടത് 2 ചോദ്യമാണ് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതേണ്ടത്. അതിന് അനുയോജ്യമായുള്ള ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ പ്രവർത്തനങ്ങളെല്ലാം വരും വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.